നമസ്കാരം. 1200 ആണ്ട് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം, അതായത് 13/4/2025 ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദ തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിലാണ് മേടരവി സംക്രമം, അതായത് നമ്മുടെ വിഷു വരുന്നത്. ഈ വിഷുവിന് ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ഫലം പറയുന്നത് ഈ വർഷം 2 പറയാണ്. 2 പറ എന്ന് പറയുമ്പോൾ വർഷം 2 പറയാകയാൽ 20-ൽ 10, അതായത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ലെങ്കിലും 20-ൽ 10 ഭാഗം സമുദ്രത്തിലും 6 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കുന്നത് നീക്കിയിട്ട്, അപ്പോൾ 20 പറ എന്ന് പറയുമ്പോൾ 20-ൽ 10 ഭാഗമാണ് നമ്മുടെ ഇവിടെ ഭൂമിയിൽ പതിക്കുന്നത്. അതിൽ 10 ഭാഗത്തിൽ 6 ഭാഗം വനപർവ്വത പ്രദേശങ്ങളിലാണ് വർഷമായിട്ട് പെയ്യുന്നത്. ബാക്കി നീക്കിയിട്ട് ഭൂമിയിൽ വർഷിക്കുന്ന വെള്ളം 4 ഇടങ്ങഴിയാണ്. അതനുസരിച്ചിട്ടുള്ള വിഷു ഫലമാണ് നമ്മളിവിടെ ഓരോ രാശിക്കാർക്കും പറയുന്നത്. അത് പ്രകാരം മേടം രാശി തൊട്ട് നമ്മൾ 12 രാശിക്കാരുടെയും വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവയോഗ്യമാകുന്നൊരു വിഷു വർഷക്കാലം തന്നെയാണ് ഈ 2025 നമ്മൾ അനുഭവിക്കുന്നത്. പൊതുവേ പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നൊരു വർഷമല്ല ഇത്. പൊതുവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭരണരംഗത്തിരിക്കുന്ന തലവന്മാർക്ക് പോലും ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും അനുഭവയോഗ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാർത്ഥനയോടും ഈശ്വരവിശ്വാസത്തോടും കൂടി മാത്രം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ നോക്കുക. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും സൽചിന്തകളും സൽപ്രവൃത്തികളുമായിട്ട് ഈ ഒരു വിഷു വർഷക്കാലം ഏറ്റെടുക്കാനായിട്ട് നോക്കുക. മീനം രാശിയിൽപ്പെട്ട പൂരോരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ. 12 രാശിയിൽ അവസാനത്തെ രാശിയാണ് മീനം രാശി. ഈ നക്ഷത്രക്കാർക്ക് ഏതാണ്ട് 7.5 ശനിയിൽ നിന്ന് ശനി ജന്മത്തിലേക്ക് മാറിയിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. വ്യാഴം 3-ൽ നിന്ന് 4-ലേക്ക് മാറുകയാണ്. 3-ലെ വ്യാഴം മുറവിളി കൂട്ടുമെങ്കിലും 4-ലേക്ക് വ്യാഴം മാറുന്നുണ്ടെങ്കിലും 4-ലെ വ്യാഴം പൂർണ്ണമായിട്ട് ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നൊരു കാലയളവല്ല. എങ്കിലും ഈ ഒരു വിഷു വർഷക്കാലം പൂർണ്ണമായിട്ട് അനുകൂലമാകണം എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധ്യമാകുന്നതല്ല. കുറേയേറെ തടസ്സങ്ങളൊക്കെ പ്രതിബന്ധങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടാകാമെങ്കിലും അന്യദേശവാസവും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കുമൊക്കെ ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് തന്നെ പല നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. നേരത്തെ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് പ്രയത്നിക്കുന്നവർക്ക് ചിലപ്പോൾ സാമ്പത്തിക രംഗത്തൊക്കെ തടസ്സങ്ങളും അതുപോലെ തന്നെ പല ശത്രുദോഷങ്ങളും ഒക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട്. ഈ വർഷമധ്യത്തോടു കൂടി വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യമാകുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ശമ്പള വർധനവുമൊക്കെ പ്രതീക്ഷിക്കാം. പ്രവാസികൾക്ക് പൊതുവെ നല്ല ഒരു കാലം തന്നെയാണ് ഈ പറയുന്ന മീനം രാശിക്കാർക്ക്. തൊഴിലിലെ സ്ഥാനക്കയറ്റമോ അതുപോലെ ശമ്പള വർധനവോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. വിഷു വർഷഫലം അങ്ങനെയാണ് കാണിക്കുന്നത്. പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാഹനയോഗമുണ്ട്. ഭവനം മാറ്റി പുതിയത് പുതുക്കി പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുമൊക്കെ സാധ്യമാകുന്നുണ്ട്. പഠനവുമായിട്ട് ബന്ധപ്പെട്ട മത്സര പരീക്ഷകളിലൊക്കെ ഉയർച്ചയോ വിജയമോ ഒക്കെ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് കഠിന പരിശ്രമം മൂലം പല നേട്ടങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാം. അശ്രാന്ത പരിശ്രമം ചെയ്യണമെന്ന് മാത്രം, അലസതയൊക്കെ മാറ്റിവെച്ച് മടിയും നിരാശയൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടെയും കൂടുതൽ കർമ്മരംഗത്ത് വ്യാപാര രംഗത്തും ഒക്കെ പ്രയത്നിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഈ ഒരു മീനം രാശിക്കാർക്ക് ഈ വിഷു വർഷത്തിൽ വന്നു ചേരുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് ബിസിനസ് വിപുലപ്പെടുത്താനായിട്ട് പുതിയ പുതിയ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുകയും അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ കണ്ടെത്തുകയും ചെയ്യുന്നത് കൊണ്ട് വർഷാവസാനത്തോടുകൂടി നല്ല നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകാം. കലാകാരന്മാരായിട്ടുള്ളവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സിനിമാ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും പുതിയ തരത്തിലുള്ള നേട്ടങ്ങളും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്.